നമുക്കറിയാം, ഇന്ന് മലയോര ജനതയെ സംബന്ധിച്ച സന്തോഷത്തിൻ്റെ ദിനമാണ്. മലയോര ജനത നമുക്ക് അയ്യപ്പൻ കോവിലിലും ചുരുളിയിലും കീരിത്തോട്ടിലും അമരാവതിയിലും ആനച്ചാലിലും എന്തിന് വണ്ണപ്പുറത്തും നടത്തിയ ഐതിഹാസികമായ സമരം, അതിൽ ഭാഗവാക്കായവരാണ് ഇടുക്കി ജില്ലയിലെ ജനത. കുടിയൊഴിപ്പിക്കലിനെതിരെയാണ് ഐതിഹാസികമായ സമരം. ഈ മണ്ണിൽ നിന്നും തൂത്തെറിയാൻ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചപ്പം ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി പൊരുതിയ സമര പാരമ്പര്യമുള്ളൊരു ജനതയാണ് മലയോര ജനത എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊരുതിയാണ് നിന്നത്, ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ചുരുളിയിലും കീരിത്തോട്ടിലും അമരാവതിയിലും വണ്ണപ്പുറത്തും ആനച്ചാലിലും എല്ലാം കുടിയൊഴിപ്പിച്ചപ്പോൾ അതിനെതിരെ പൊരുതി മണ്ണിൽ ഉറച്ചു നിന്നവരാണ്. 1972 ഇടുക്കി ജില്ല രൂപം കൊണ്ടതിന് ശേഷം, അതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ ഈ ഭൂപ്രദേശം, ഇടുക്കി ജില്ലയുടെ ഭൂപ്രദേശം മഹാഭൂരിപക്ഷം വരുന്ന പ്രദേശം കോട്ടയം ജില്ലയുടെ ഭാഗവും തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗവുമായിരുന്നു. എത്രയോ ആണ്ടുകളായി, എത്രയോ പതിറ്റാണ്ടുകളായി മലയോര ജനത ഈ മണ്ണിൽ, സ്വന്തം മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി പൊരുതിയിട്ടുണ്ട്. ത്യാഗോജ്വലമായ സമരവും പോരാട്ടവും നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അമരാവതിയിൽ കുടിയൊഴിപ്പിച്ചതിനെതിരെ അന്ന് നടത്തിയ ഐതിഹാസികമായ സമരം മഹാനായ AKG നടത്തിയ നിരാഹാര സത്യാഗ്രഹം, ചുരുളിയിലും കീരിത്തോട്ടിലും ആനച്ചാലിലും കുടിയൊഴിപ്പിക്കലിനെതിരെ, വണ്ണപ്പുറത്ത് കുടിയൊഴിപ്പിക്കലിനെതിരെ നടത്തിയ സമരവും പോരാട്ടവും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ, പൊതുപ്രവർത്തകരെല്ലാം അതിൽ പങ്കാളികളാണ് എന്ന കാര്യം, പങ്കാളികളായിരുന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിയൊഴിപ്പിക്കലിൻ്റെ ഭീഷണിയില്ല. ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാനും സ്വന്തം ഭൂമിക്ക് സ്ഥിരാവകാശം നേടാനും പട്ടയം ലഭിക്കുന്നതിനും പട്ടയം നേടുന്നതിനും നമുക്ക് കഴിഞ്ഞു എന്ന് നിസ്സാര കാര്യമല്ല. ഇന്ന് ഈ പട്ടയമേളം നടത്തുമ്പം കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ഇടുക്കി ജില്ല, എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്ന ഇടുക്കി ജില്ല ഉൾപ്പെടെയാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടതെന്ന കാര്യം അറിയാവുന്ന. സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രമുള്ളൊരു ജനതയാണ് ഇടുക്കി ജില്ലയിലെ മലയോര ജനതയെന്നും ഈ മണ്ണിൽ, സ്വന്തം മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി പൊരുതിയവരാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഒരു കാലഘട്ടത്തിൽ ഈ ഭൂപ്രദേശം കേരളത്തിൻ്റെ അവിഭാജ്യ ഭാഗമാകുന്നതിന് നമ്മുടെ സഹായം ഗവൺമെൻറ്റിന് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഈ പ്രദേശം തമിഴ്നാട്ടിൽ പോകണമെന്ന വാദം ഉന്നയിച്ചപ്പം അതിനെ നേരിടുന്നതിനും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചതെന്ന കാര്യം ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിനുശേഷം മലയോര ജനത ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതിനും മാറി മാറി വന്ന ഗവൺമെൻറ് ഭീഷണി ഉയർത്തുകയും കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഉയർത്തുകയും ചെയ്തപ്പം സമരവും പോരാട്ടവും നടത്തി ഈ മണ്ണിൽ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് ഇന്നത്തെ നിലയിൽ ഇടുക്കി ജില്ല രൂപം കൊണ്ടതും ഇടുക്കി ജനത ഈ മണ്ണിൽ ഉറച്ചു നിന്നതെന്നും കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ എല്ലാം നേട്ടമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടികിടപ്പവകാശം കിട്ടി, അഥവാ സ്ഥിരാവകാശം കിട്ടി, പട്ടയം കിട്ടി. ഇപ്പോൾ അതിൻ്റെ ഒരു ഏതാണ്ടൊരു അവസാന ഘട്ടമാണ്. ഇതിനു മുമ്പ് തന്നെ 10,000-കണക്കിന് ആളുകൾക്ക് പട്ടയം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് ജില്ലയിലെ പട്ടയമേളയുടെ ഒരു അവസാന ഘട്ടമായിരിക്കും ഇതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതാ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്തെ അതിയായ സന്തോഷവും അങ്ങേറ്റത്തെ അഭിമാനവും ഉണ്ടെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമ്മൾ, നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ പൂർവികന്മാരും മൺമറഞ്ഞവരും അടക്കം പ്രിയമുള്ളവർ ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ, ഈ മണ്ണിൽ നിന്നും നമ്മളെ തൂത്തെറിയാൻ ശ്രമിച്ച ശക്തികൾക്കെതിരെ പൊരുതിയാണ് ഈ മണ്ണിൽ നിലമുറപ്പിച്ചതെന്നും
അത് അഭിമാനബോധത്തോടു കൂടിയാണ് ഇപ്പം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പട്ടയമേള നടത്താൻ ഇതുപോലെ വീണ്ടും പട്ടയമേള നടത്താൻ ഇതിനു മുമ്പ് പല പട്ടയമേളകളും നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നിലപാടെടുത്ത കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനെ മറ്റ് ജനപ്രതിനിധികളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടും കേരള ഗവൺമെൻറ്റിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു മഹാസംഭവമാണ് പട്ടയമേള എന്ന കാര്യം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.